അർജുൻ, ഈ മുനമ്പം കമ്മീഷൻ ഹിയറിംഗ് ഇന്നുണ്ടാവുമല്ലോ അല്ലെ? എപ്പോഴായിരിക്കും ഉണ്ടാവുക? റോഷ്നി, ഈ മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കുന്ന ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ ജുഡീഷ്യൽ കമ്മീഷൻ മൂന്നാമത്തെ ഹിയറിംഗ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഈ 3 ഹിയറിംഗും കഴിഞ്ഞ് ഇനി റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. അടുത്ത മാസം തന്നെ റിപ്പോർട്ട് നൽകും എന്നാണ് ജസ്റ്റിസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫറൂഖ് കോളേജ് ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ പങ്കെടുത്തിരുന്നു. ഫറൂഖ് കോളേജും ഈ ഭൂസംരക്ഷണ സമിതിയും ഒക്കെ തന്നെ പറയുന്നത് ഈ ഭൂമി ഇഷ്ടദാനമാണ് എന്നുള്ളതാണ്. അതിനുശേഷം വഖഫ് ബോർഡ് ഹാജരായിരുന്നു. വഖഫ് ബോർഡ് പറയുന്നത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ് പറയുന്നത്. പല സംഘടനകളും, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പല സംഘടനകളും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മീഷന് മുമ്പിൽ എത്തുന്നുണ്ട്. പലരും പല രേഖകളും അതോടൊപ്പം തന്നെ പല കത്തുകളും അത്തരത്തിൽ നിവേദനങ്ങളും ഒക്കെ തന്നെ കമ്മീഷന് കൈമാറുന്നുണ്ട്. എന്തായാലും അടുത്ത മാസം റിപ്പോർട്ട് നൽകും എന്നാണ് ജസ്റ്റിസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ച നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ, അതായത് ഈ ഭൂസംരക്ഷണ സമിതിയുടെ പ്രധാനപ്പെട്ട ആവശ്യം വഖഫ് ഭേദഗതി വേണം എന്നുള്ളതാണ്. ഏതാണ്ട് 8 വിഷയങ്ങളിൽ ഭേദഗതി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതാണ്ട് 15 ദിവസത്തിനകം ഇതിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിലെ എല്ലാ MP-മാർക്കും കത്തയക്കാനും ഒക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ 100 ദിവസത്തിലേറെയായി അവിടെ സമരം തുടരുകയാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് സർക്കാർ പറഞ്ഞത്. അതിന്റെ ഭാഗമായി തിരക്കിട്ട് ഹിയറിംഗ് അടക്കം നടത്തി. ഇപ്പോൾ അടുത്ത മാസം ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം സർക്കാരിന്റെ നടപടി എന്തായിരിക്കും, ഇതിൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും, ഇവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ ഏത് തരത്തിൽ പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. റോഷ്നി, ശരിയാണ്. ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം. അതിന് സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ സമീപകാലത്തെല്ലാം നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.